എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 191-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഏ നാഗസ്യാതിരോചനെ ദിവി ദേവാസ ആസതേ മരുദ്ഭീരഗ്ന ആഗഹി. ഇതാണ് മന്ത്രം. അന്വയം: ഏ മരുത നാഗസ്യ അധി ദിവിരോചനേ യേ ദേവാസ ആസതേ. ഹേ അഗ്നേ, അല്ലയോ അഗ്നിദേവ, തൈഹി മരുൽഭീ സഹ ആഗഹി, താങ്കൾ മരുത്തുക്കളോടുകൂടി വന്നാലും. നാഗസ്യ അധിദിവി, ദുഃഖരഹിതമായ സൂര്യമണ്ഡലത്തിനു മുകളിൽ, ദ്വിലോകത്തിൽ, രോചനേ പ്രകാശലോകത്തിൽ, ദീർഘമായ ലോകത്തിൽ എന്നർത്ഥം. ആസതേ സ്ഥിതി ചെയ്യുന്നു. ദേവാസ ദേവന്മാരായിട്ടുള്ള മരുത്തുക്കൾ, ദുഃഖരഹിതരായ സൂര്യമണ്ഡലത്തിന് മോക്ഷപദത്തിന് മുകളിൽ അഥവാ ദ്വിലോകത്തിൽ പ്രകാശമായ സ്ഥാനത്ത് സ്വപ്രകാശ സ്വരൂപികളായി വർത്തിക്കുന്നു. ദേവന്മാരായ മരുത്തുക്കൾ ദുഃഖരഹിതമായ സൂര്യമണ്ഡലത്തിന് മുകളിൽ മോക്ഷപദത്തിൽ ദ്വിലോകത്തിൽ പ്രകാശമാനമായ സ്ഥാനത്ത് പ്രകാശസ്വരൂപികളായി വർത്തിക്കുന്നു. അർത്ഥം: ദേവന്മാരായ മരുത്തുക്കൾ ദുഃഖരഹിതമായ സൂര്യമണ്ഡലത്തിനും അഥവാ മോക്ഷപദത്തിനു മുകളിൽ ദ്വിലോകത്തിൽ പ്രകാശമാനമായ സ്ഥാനത്ത് സ്വപ്രകാശസ്വരൂപികളായി തന്നെ വർത്തിക്കുന്നു. ആ മരുത്തുക്കളുമായി, അല്ലയോ അഗ്നിദേവ, അങ്ങ് യാഗവേദിയിലേക്ക് ആഗതനായാലും. മരുത്തുക്കളോടുകൂടി അഗ്നിദേവൻ യാഗവേദിയിലേക്ക് വരണം എന്നാണ് യാഗകർമാനുഷ്ഠാതാക്കളായ ഋത്വിക്കുകൾ പ്രാർത്ഥിക്കുന്നത്. മരുത്തുക്കളുടെ സഹായത്താൽ അഗ്നി വളരെ ഉജ്ജ്വലമായി തന്നെ ജ്വലിക്കും. അതുകൊണ്ടാണ് യാഗവേദിയിൽ അഗ്നി ജ്വലിക്കണം. ആ യാഗവേദിയിൽ അഗ്നി ജ്വലിക്കാനായിട്ട്, നന്നായി ജ്വലിക്കാനായിട്ട് മരുത്സമൂഹങ്ങളോടുകൂടി അഗ്നിദേവനോട് യാഗവേദിയിലേക്ക് ആഗതനാകാനായിട്ട് അപേക്ഷിക്കുന്നു. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.